മാങ്കുളത്ത് ഇന്നലെ രാത്രി നടന്ന അനിഷ്ട സംഭവങ്ങൾ അങ്ങേയറ്റം ദൗർഭാഗ്യകരവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമാണ് എന്ന് അഭിപ്രായപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മാങ്കുളത്തിനുണ്ടായിട്ടുള്ള പെരുമ്പുറത്തിനുണ്ടായിട്ടുള്ള ഫാസിസ്റ്റ് നടപടികൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ആ മേഖലയിൽ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അങ്ങേയറ്റം നീതിരഹിതമായ പ്രവർത്തനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന കർഷകരെ സഹായിക്കാതിരിക്കുന്ന നിലപാടുകൾ, മറ്റൊരു വശത്ത് വികസന പ്രവർത്തികൾ അനാവശ്യമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അവിടെ ആ പവലിയൻ നിർമ്മിച്ച കാലഘട്ടത്തിലും അതിനുശേഷം ഇത്രയും സുഗമമായി ആ പദ്ധതി അവിടെ മുന്നോട്ട് പോകുമ്പോഴും ഒന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുമുള്ള തടസ്സപ്പെടുത്തലും ഉണ്ടായിരുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് ആ വികസന പ്രവൃത്തി പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ആരെയും പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ജനരോഷമുണ്ടായത്. അവിടെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി സംഘടിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം അവിടെ ഉണ്ടായി, ചെറുത്തുനിൽപ്പുണ്ടായി. ആ ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് മാനുഷികമായ ഒരു വിഷയമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. പക്ഷേ അതേ തുടർന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസുണ്ടാക്കി കണ്ടാലറിയാവുന്ന മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനവുമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിന് ചുവട് പിടിച്ചുകൊണ്ടുള്ള നടപടികളുമായി മുൻപോട്ട് പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ചുവട് പിടിക്കുന്ന അവരുടെ കുഴലൂത്തുകാരായി മാറുന്നവരായി കേരള പോലീസ് മാറുന്നത് അങ്ങേയറ്റം അപലപനീയവും ശക്തമായ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നടപടികളുമാണ്. പോലീസുകാർ ഇങ്ങനെ ദാസ്യപ്പണി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ദാസ്യപ്പണി ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പോകുന്നത് അങ്ങേയറ്റം അധപതനമാണ്. ഞാൻ ഈ കാര്യത്തിൽ ജില്ലാ പോലീസ് മേധാവിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അടിയന്തരമായി അവിടെ എടുത്തിട്ടുള്ള നടപടികളെല്ലാം റദ്ദു ചെയ്യണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും പാതിരാത്രിയിലും അതുപോലെ മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നടത്തുന്നതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ മുഖം കൂടുതൽ വികൃതമാക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് ബോധ്യപ്പെടുത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അറസ്റ്റും മറ്റ് നാടകങ്ങളുമെല്ലാം നിർത്തിവെക്കണം. ജനപക്ഷ നിലപാടുകളുമായി മുൻപോട്ട് പോയില്ല എങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ടുള്ള ജനരോഷം അത് പോലീസിനെതിരെയും ഉണ്ടാകുമെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കരുതുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനിയും ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ടുള്ള സമരം പോലീസിനെതിരെ കൂടി അവിടെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകുമെന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. പോലീസ് നീതി പാലിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചിട്ടുള്ള ഈ മനുഷ്യത്വരഹിതമായ പ്രവൃത്തി അവസാനിപ്പിച്ചില്ല എങ്കിൽ ജില്ല ഒന്നാകെ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സമരപരിപാടികളുമായി മുൻപോട്ട് പോകും എന്നുകൂടി മുന്നറിയിപ്പ് നൽകുകയാണ്.